we discuss about UV visible spectroscopy. That is the interaction of UV visible light with the matter. Matter means with the ions, molecules or compounds. ഇവിടെ നമ്മൾ യു വി വിസിബിൾ റീജിയൻ ഒന്ന് നോക്കണം. 200 to 800 നാനോമീറ്റർ റേഞ്ചിലുള്ള റേഡിയേഷൻസാണ് നമ്മൾ മോളിക്യൂൾസിലേക്ക് പാസ് ചെയ്യിക്കുന്നത്. ഓക്കെ, ദറ്റ് ഇസ് ദ ഇൻട്രാക്ഷൻ ഓഫ് യു വി വിസിബിൾ ലൈറ്റ് വിത്ത് മാറ്റർ, അയോൺസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ, നമുക്കതിൻ്റെ വെൻ എ മോളിക്യൂൾ അബ്സോർബ് യു വി വിസിബിൾ റേഡിയേഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആർ ടേക്ക് പ്ലേസ്. ദാറ്റ് ഈസ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ലോവർ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ദി ഇലക്ട്രോൺസ് ആർ പ്രൊമോട്ടഡ് ഫ്രം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ടു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. നമുക്കറിയാം രണ്ട് തരം മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ഒന്ന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ലോവർ എനർജിയുള്ള ഓർബിറ്റൽസും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എല്ലാം ഹയർ എനർജിയുള്ള ഓർബിറ്റൽസുമാണ്. ഓക്കെ, ദിസ് ഈസ് അപ്പം ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇതിന് വേറൊരു പേരും കൂടി നമുക്ക് പറയാം, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. കാരണം ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. അവിടെ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ എന്താണ്? Then 4 type of electronic transitions are take place. First is the sigma to sigma star transitions. Then n to sigma star transitions. Then n to pi star transition. And last is the pi to pi star transitions. ഒന്ന് നോക്കിയേ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതിനാണ് നമ്മൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനിയും ഓരോ ട്രാൻസിഷൻസ് എടുത്ത് മനസ്സിലാക്കണം. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, അപ്പോൾ അവിടെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തരുന്ന ട്രാൻസിഷനാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഇതൊരു ഹൈ എനർജി ട്രാൻസിഷനാണ്. കാരണം ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റലാണ് സിഗ്മ ബോണ്ടിങ് ഓർബിറ്റൽ. അതിൽ നിന്നും ഏറ്റവും എനർജി കൂടിയ സിഗ്മ സ്റ്റാറിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. സോ ഹൈ എനർജി ലെവൽ അവിടെ ഓവർകം ചെയ്യണം. സോ ഹൈ എനർജി ട്രാൻസിഷനാണത്. ഇനിയും സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ലൈക്ക് മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ഓൾ ദീസ് കോമ്പൗണ്ട്സ് ഷോ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. നമുക്ക് നോക്കാം. CH4 എടുക്കുകയാണെങ്കിൽ ഇവിടെ 4 CH സിഗ്മ ബോണ്ട് ഉണ്ട്. CH4 മീഥെയിൻ എടുക്കുമ്പോൾ. സോ ദിസ് കോമ്പൗണ്ട് ഗിവ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. ഇനി ഇതിൻ്റെ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് യു വി റീജിയനിലാണ്. ഇത് ഹൈ എനർജി റേഡിയേഷൻ ആയതുകൊണ്ട് സ്പെക്ട്രം കിട്ടുന്നത് യു വി റീജിയനാണ്. അതുകൊണ്ട് നമുക്ക് കളർലെസ് ആയിരിക്കും ഇതിൻ്റെ ഈ കോമ്പൗണ്ട്. കാരണം യു വി വിസിബിൾ ലൈറ്റിൽ ട്രാൻസിഷൻസ് നടന്നാലാണ് കളേർഡ് ആവുന്നത്. യു വി റീജിയനിൽ നടക്കുമ്പോൾ അത് കളർലെസ്സുമായിരിക്കും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കുന്നത് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. എൻ എന്ന് പറഞ്ഞ അവിടെ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. ഇപ്പം ട്രാൻസിഷൻ ഫ്രം നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ടു സിഗ്മ ആൻഡ് ഡി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഈസ് നോൺ ആസ് എ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. അപ്പോൾ അവിടെ ദ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹെട്രോ ആറ്റം വിത്ത് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കണം, അതായത് സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് എ ഹെട്രോ ആറ്റം വിത്ത് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് തരികയുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ദ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. RCl എടുക്കാം, ആൽക്കൈൽ ഹാലൈഡാണത്. ആൽക്കൈൽ ഹാലൈഡ് ദി ക്ലോറിൻ ആറ്റം 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ക്ലോറിൻ ആറ്റം. ഓക്കെ, ക്ലോറിൻ്റെ 7 ആണ് വാലൻസി, 7 ആണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്, ഒരെണ്ണം
അത് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ബാക്കി 6 ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും അതോടൊപ്പം തന്നെ സിഗ്മ ബോണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ട്രാൻസിഷൻസ് കിട്ടും? N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ദ ആൽക്കഹോൾ. ആൽക്കഹോൾ ROH. ഇവിടെ നോക്കാം, ഓക്സിജന് ചുറ്റും 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾസ് ഓൾസോ ഗീവ്സ് N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ദ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ഇപ്പം N2 പൈ സ്റ്റാർ എന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ പറയാൻ പറ്റും, ആ കോമ്പൗണ്ടിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും വേണം, അതുപോലെ തന്നെ ഒരു പൈ ബോണ്ടും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് കിട്ടുള്ളൂ. സോ കോമ്പൗണ്ട് കണ്ടെയ്നിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആൻഡ് പൈ ബോണ്ട്സ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് മെയിൻലി ഷോ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. നമുക്ക് നോക്കാം, ഒരു കീറ്റോണിക് കോമ്പൗണ്ട് എഴുതി നോക്കാം, RC+OR. ഇതാണ് കീറ്റോൺ. ഈ കീറ്റോണിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതായത് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ്. ഒരു പൈ ബോണ്ട് പ്രസൻസ് ഉണ്ട്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഓക്സിജന് ചുറ്റും 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദിസ് കോമ്പൗണ്ട് ഗീവ്സ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ഓക്കെ, അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. സോ ഇറ്റ് ഗീവ്സ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ഇനി O2 നമുക്കറിയാം, ഓക്സിജനും ഓൾസോ ഗീവ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ഓക്സിജൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? O ഡബിൾ ബോണ്ട് O. ഈ ഓക്സിജന് ചുറ്റും 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഓൾസോ ഗീവ്സ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഈസ് ദ π2 പൈ സ്റ്റാർ ട്രാൻസിഷൻ. അത് നമുക്കറിയാൻ പറ്റും, ദിസ് π2 പൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? ദാറ്റ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. It also in aromatics also shows π2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തരുന്ന ട്രാൻസിഷൻസ് ആണ് π2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ്. ഓക്കെ.